ഒരിക്കൽ രാജാവും മന്ത്രികളും ഒന്ന് കറങ്ങാനിറങ്ങി. പോകുന്ന വഴി അവരൊരു കർഷക കുടുംബത്തെ കണ്ടു. സന്തോഷത്തോടെ ആടിയും പാടിയും ജോലി ചെയ്യുന്നു. അവരുടെ മുഖത്തൊക്കെ ഒരു പ്രത്യേക പ്രകാശം. ഒരു വിഷമമോ പരാതിയോ ഒന്നുമില്ല. രാജാവ് ചോദിച്ചു, എന്താണ് ആളുകൾക്ക് ഇത്ര സന്തോഷം? ഈ കൊട്ടാരവും രാജ്യമൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ഈ സന്തോഷമില്ലല്ലോ. രാജാവേ, അത് ആ കുടുംബം 99 ക്ലബിൽ അംഗമല്ലാത്തതുകൊണ്ടാണ്. 99 ക്ലബോ? അതെന്താണ് മാര്? എനിക്കൊരു 99 സ്വർണ്ണ നാണയങ്ങൾ തരൂ. പക്ഷേ ഇതിന്റെ ഉത്തരം ഞാൻ 6 മാസം കഴിഞ്ഞേ തരൂ. രാജാവ് മനസ്സില്ലാ മനസ്സോടെ 99 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു കിഴി മന്ത്രിക്ക് കൊടുത്തു. മന്ത്രി അത് ആ കർഷകന്റെ വീടിന് മുമ്പിൽ കൊണ്ടുവച്ചു. കാലത്തെ ഉണർന്ന് പുറത്തിറങ്ങിയ കർഷകൻ ആ കിഴി കണ്ടപ്പോൾ അത്ഭുതത്തോടെ അതെടുത്തു. പിന്നെ വീട്ടിനുള്ളിൽ കൊണ്ടുപോയി. കിഴി അഴിച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. സ്വർണ്ണ നാണയങ്ങൾ. സന്തോഷം കൊണ്ട് തുള്ളിച്ചടയാൽ നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. 99 എണ്ണം. അയാൾ വിചാരിച്ചു, ദൈവമേ, എനിക്ക് സന്തോഷം കൊണ്ട് എണ്ണം തെറ്റിയതാണോ? 10 പ്രാവശ്യം അയാളത് വീണ്ടും എണ്ണി. 99 തന്നെ. അയാൾക്ക് ദേഷ്യം വന്നു. ഏത് മണ്ടനാണിത് വെച്ചത്? ഒരെണ്ണം കൂടി ഇട്ട് 100 എണ്ണം ആക്കിക്കൂടായിരുന്നോ? ഭാര്യയെ വിളിച്ചു, എടി നീ ഒന്ന് എണ്ണി നോക്കൂ, എനിക്ക് എണ്ണം തെറ്റുന്നു. അവരും എണ്ണി 99. അയാൾ മകനെ വിളിച്ചു, നീ ഇനി ഒന്ന് എണ്ണി നോക്കൂ, ഞങ്ങൾക്ക് എണ്ണം തെറ്റുന്നു. അവനും എണ്ണി 99 തന്നെ. ഇന്ന് മുതൽ ഞാൻ കഠിനാധ്വാനം ചെയ്ത് ഇത് 100 ആക്കും. അങ്ങനെ അന്നു മുതൽ അയാൾ രാപ്പകലില്ലാതെ എല്ലുമുറിയെ പണിയെടുക്കാൻ തുടങ്ങി. അയാളുടെ വരുമാനം വെച്ചൊരു നാണയം ഉണ്ടാക്കാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും എടുക്കും. അങ്ങനെയൊക്കെ ഭാര്യ കരുതി, എൻ്റെ ഭർത്താവ് എന്തൊരു കിഴങ്ങനാണ്, ഉള്ളത് ചിലവാക്കാതെ അയാൾ ഒരെണ്ണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടും, മണ്ടൻ. ഭാര്യ അതിൽ നിന്ന് 2 സ്വർണ്ണനാണയം എടുത്തുകൊണ്ട് പോയി കുറേ വസ്ത്രങ്ങളും ഉപകരണങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ വാങ്ങി. ഭർത്താവ് രാത്രി വന്ന് എണ്ണിയപ്പോൾ 97. അയ്യോ, 2 എണ്ണം എവിടെ പോയാണ്? ഞാൻ ചെലവാക്കി. നിങ്ങളെ പോലെ ഞാൻ മണ്ടിയല്ല. വൃത്തികെട്ടവളെ, ഇനി ഞാൻ അതുണ്ടാക്കാനും കഷ്ടപ്പെടണ്ടേ? അയാൾ വീണ്ടും കൂടുതൽ ജോലി ചെയ്യാൻ തുടങ്ങി. കാരണം 99 എന്നുള്ളത് 97 ആയിരിക്കുന്നു. ഇനി 3 സ്വർണ്ണ നാണയങ്ങൾ കൂടി ഉണ്ടാക്കി 100 ആക്കാതെ അയാൾക്ക് മനസ്സമാനം വരും. പിറ്റേന്ന് അയാൾ രാത്രി വന്നു. വീണ്ടും എണ്ണിയപ്പോൾ 95. 2 എണ്ണം മകനെടുത്ത് ചിലവാക്കി. 6 മാസത്തിന് ശേഷം രാജാവും മന്ത്രിയും അതേ സ്ഥലത്ത് കൂടി പോയി. നേരത്തെ കണ്ട ആ കർഷക കുടുംബത്തിൽ ആർക്കും ഒരു സന്തോഷവുമില്ല. ആകെ മ്ലാനത, വഴക്ക്, തർക്കങ്ങൾ, നിരാശ. ഇവർക്കിത് എന്തു പറ്റി? രാജാവ്, അവരിപ്പോൾ 99 ക്ലബ് മെമ്പറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. എന്താണ് ഈ 99 ക്ലബ്ബ്? കയ്യിൽ 99 നാണയങ്ങൾ ഉള്ളവർ, പക്ഷെ ആ ഇല്ലാത്ത ഒന്നു വേണ്ടി ഓടി ആ 99 ചെലവാക്കാതെ ഇരിക്കുന്നവർ, അവരാണ് 99 ക്ലബ് മെമ്പേഴ്സ്. ഒടുവിൽ ആ 100ാമത്തേത് കിട്ടുമ്പോൾ കയ്യിലുള്ളവ കൊണ്ട് പ്രയോജനമില്ലാതെയാവും എന്നറിയാത്തവർ. ജീവിതത്തിൽ പഠിക്കാനുള്ളൊരു പാഠം ഇതിലില്ല. ലക്ഷ്യത്തിനു വേണ്ടി കാത്തിരിക്കരുത്, ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആസ്വദിക്കുക. ലക്ഷ്യത്തിലെത്തിയിട്ട് ആനന്ദിക്കാൻ തുടങ്ങാമെന്ന് കരുതരുത്. ജോലി കിട്ടട്ടെ, ഡിഗ്രി എടുക്കട്ടെ, വീട് വയ്ക്കട്ടെ, കുഞ്ഞുങ്ങളാവട്ടെ, കുറേ പൈസ സമ്പാദിക്കട്ടെ എന്നിങ്ങനെ ലക്ഷ്യമെത്താൻ വേണ്ടി സുഖവും സന്തോഷവും മാറ്റിവെക്കരുത്. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, ആനന്ദിക്കുക. ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു വലിയ പ്രശ്നമുണ്ടായേക്കാം, പക്ഷെ അത് നമ്മളെ ആനന്ദത്തോടെ ഇരിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തരുത്. ആദ്യം പ്രശ്നങ്ങളൊക്കെ ഒഴിയട്ടെ, ശേഷം സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാം എന്ന് കരുതരുത്. ഹാപ്പിനെസ് ഈസ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ.